വയനാട്ടിൽ ഞങ്ങൾ സന്ദർശിച്ച 3 സ്ഥലങ്ങളെ പറ്റിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരേ ഒരു ദിവസത്തിൽ ഞങ്ങൾ പോയ 3 സ്ഥലങ്ങളാണിത്. ആദ്യം ഞങ്ങൾ പോയത് പഴശ്ശിരാജ സ്മാരകം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് മാനന്തവാടിയിലാണ് പഴശ്ശിരാജ സ്മാരകം ഉള്ളത്. ഇവിടെ പഴശ്ശിരാജ മരിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ അടക്കം ചെയ്തു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ പിടിക്കുന്ന സ്റ്റേജ് വന്നപ്പോഴേക്കും പഴശ്ശിരാജ ഡയമണ്ട് വിഴുങ്ങിയിട്ട് മരണത്തിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. പിടികൊടുക്കാതെ മരണത്തിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഒരു മ്യൂസിയം കൂടിയുണ്ട് കേട്ടോ. ഈ മ്യൂസിയത്തിൽ പഴയ കാലത്തെ ലിപികൾ, അതുപോലെ തന്നെ പഴയ കാലത്തെ നാണയങ്ങൾ, ഇപ്പോഴൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത നാണയങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദിവാസികളുടെ മുള കൊണ്ടുള്ള വീട്, പിന്നെ മുള കൊണ്ടുള്ള കൊട്ടകൾ, പണ്ട് കാലങ്ങളിൽ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ഇതായിരുന്നു. വൈക്കോല് മേഞ്ഞിട്ട് മുള കൊണ്ടുള്ള വീടുകൾ. ഇവിടെ ആദിവാസികളുടെ മുള കൊണ്ടുള്ള വീട്, പുല്ല് മേലെ വൈക്കോൽ വെച്ചിട്ട് മേഞ്ഞ വീടുകളും, അതുപോലെ തന്നെ അന്ന് അവരുപയോഗിച്ചിട്ടുള്ള മൺപാത്രങ്ങൾ, കൊട്ടകൾ, അതുപോലുള്ള സാധനങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഭംഗിയായിട്ട് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ കാലത്തെ നാണയങ്ങൾ, സ്വർണ്ണ നാണയം, വെള്ളി നാണയങ്ങൾ, അതുപോലുള്ള മുൻകാലങ്ങളിലുള്ള നാണയങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നാണയങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അണ, ഗോൾഡ് നാണയങ്ങൾ, അതുപോലെ തന്നെ വെള്ളി നാണയങ്ങൾ, ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്കവിടെ കാണാം. പക്ഷേ ഞങ്ങൾ പോയ സമയം ശരിയല്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ടിട്ട് കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ പോയത് കുറുവ ദ്വീപിലേക്കാണ് കേട്ടോ. ഇത് വയനാട്ട് ജില്ലയിലെ കബനി നദിയുടെ നടുവിലായിട്ടാണുള്ളത്. ഏകദേശം 950 ഏക്കർ വിസ്തൃതിയാണ് ഈ കുറുവ ദ്വീപിനുള്ളത്. ഇവിടെ നമുക്ക് ഇത് അപൂർവമായിട്ടുള്ള സസ്യജാലങ്ങളും പക്ഷികളും നിറഞ്ഞ, ഒട്ടും തന്നെ ആൾതാമസം ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ കുറുവ ദ്വീപ്. ഏകദേശം 150ഓളം ചെറുദ്വീപുകളുടെ കൂട്ടമാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ കുറുവ ദ്വീപിൻ്റെ മുഖ്യ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി വെള്ളപ്പൊക്കമുള്ള അവസരങ്ങളിൽ വഞ്ചിയോ മറ്റു സൗകര്യങ്ങളോ ആവശ്യമാണ്. മാനന്തവാടിയിൽ നിന്ന് 17 കിലോമീറ്ററാണ് കേട്ടോ കുറുവ ദ്വീപിലേക്ക് എത്താൻ വേണ്ടി വരുന്ന ഉള്ള ദൂരം. പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ കൊച്ചരുവികളിലൂടെ കാൽനടയായിട്ടും നമുക്ക് ഈ ദ്വീപുകളിലെല്ലാം എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ ചെറിയ മുള കൊണ്ടുള്ള ചങ്ങാടത്തിൽ കയറിയിട്ടാണ് നമ്മളിങ്ങനെ യാത്ര പോകുന്നത്. വേഴാമ്പലുകൾ, പലതരം തത്തകൾ, ചിത്രശലഭങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണിത്. ചില ദേശാടന പക്ഷികളും ഈ മേഖലയിൽ വരാറുണ്ട്. പ്രകൃതി പഠനത്തിനും ശാന്തമായ സാഹസിക നടത്തത്തിനും എല്ലാം താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ സ്ഥലമാണിത്. ഏറ്റവും സുന്ദരമായ ഒട്ടേറെ സ്വാഭാവിക നടപ്പാതകളാണ് ഇവിടെയുള്ളത്. സാഹസികരെ കാത്തിരിക്കുന്നത് പുഴയോരത്ത് നിൽക്കുന്ന വമ്പൻ മരങ്ങളും തണലും സൗഹൃദം നൽകും. പ്രധാന പുഴയും കൈത്തോടുകളും ബോട്ടിങ്ങും ചങ്ങാട യാത്രയും എല്ലാം ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഈ ചങ്ങാടത്തിൽ കയറിയിട്ടാണ് നമുക്ക് അവിടെ ഫുള്ള് ചുറ്റി അങ്ങനെ വരാൻ പറ്റുമേ. പിന്നീട് ഞങ്ങൾ പടിഞ്ഞാറത്തറയിലേക്കാണ് പോയത്. അവിടെ നമുക്ക് ബാണാസുര അണക്കെട്ടുണ്ട്. അപ്പോൾ ഈ അണക്കെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ 2ാമത്തെ വലിയ അണക്കെട്ടുമാണിത്. വലിയ പാറകളും കല്ലുകളും മണ്ണുകളുമാണ് ഇതിൻ്റെ പണിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 685 മീറ്ററാണ് ഈ അണക്കെട്ടിൻ്റെ നീളം. ബാണാസുര മലകൾക്കിടയിൽ 33 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണുപയോഗിച്ചിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഞാൻ എടുത്തത് മെയ് മാസത്തിലാണ്. അതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു.
പക്ഷേ ഞങ്ങൾ ഏകദേശം വൈകിട്ടാണ് അണക്കെട്ടിൻ്റെ മേലെ കയറിയത്. അപ്പം കൂടിയും ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ നമുക്ക് മേലെ പോകാനായിട്ട് അവിടെ വണ്ടികളുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് വണ്ടിയിൽ കയറാം. ഞങ്ങൾ സ്റ്റെപ്സ് കയറി തന്നെയാണ് കേട്ടോ മേലെ പോയത്. അങ്ങനെ അവിടെ എല്ലാം ചുറ്റി നടന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത് കുറേ വീഡിയോസ് എല്ലാം എടുത്ത് അങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ട വയനാട്ടിലെ 3 പ്രധാന സ്ഥലങ്ങൾ. ഒരേ ഒരു ദിവസത്തിൽ ഞങ്ങൾ കണ്ട 3 സ്ഥലങ്ങളാണിത്. ശരിക്ക് ഈ ചെന്നൈയിൽ ചൂട് സഹിക്കാൻ പറ്റാതെയാണ് ഞങ്ങൾ മെയ് മാസത്തിൽ വയനാട്ടിലേക്ക് പോയത്. പക്ഷേ നോക്കിയാൽ ചെന്നൈ പോലെ തന്നെ സാമാന്യം നല്ല ചൂട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. പകൽ നമ്മൾ വെളിയിൽ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോഴും തന്നെ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. നല്ല ചൂട് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനോ ഒന്നും കാണാനോ പറ്റിയില്ല. പിന്നെ ഇനി അടുത്ത ഒരു തവണ വയനാട് പോയിട്ട് അടുത്ത സ്ഥലങ്ങളെല്ലാം കാണാം എന്നുള്ള ഒരിതിൽ ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു. വയനാട് ഇതിന് മുന്നേയും പല ട്രിപ്പ് ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ തിരുനെല്ലി അമ്പലത്തിലെല്ലാം എനിക്കൊന്ന് പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ചൂട് ഭയങ്കര ചൂടുമായിരുന്നു മെയ് മാസം ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ്, ഈ 3 സ്ഥലങ്ങളാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ മാസത്തെ വയനാട് യാത്രയിൽ ഞങ്ങൾ കവർ ചെയ്ത സ്ഥലങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.